ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ചില ആളുകളൊക്കെ നമ്മളിപ്പോൾ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കാണാറുണ്ട്. പക്ഷേ അവരുമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കോണ്ടാക്റ്റും കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല. അതായത് അങ്ങനെ കുറേ പേരുണ്ട്, നമ്മുടെ ലിസ്റ്റിൽ കുറേ പേരുണ്ടായിരിക്കും. അതിൽ ചിലപ്പോൾ നിങ്ങളുടെ എക്സ് ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുണ്ടായിരിക്കാം. വലിയ രീതിയിൽ കോണ്ടാക്റ്റ് ഒന്നുമില്ല, പക്ഷെ നിങ്ങളുടെ സ്റ്റോറീസും ഒക്കെ കാണാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇപ്പോഴും നിങ്ങളിടുന്ന സ്റ്റോറീസും ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആളത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളത് നോക്കാം. ഇതിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരവരുടെ സാന്നിധ്യം നിങ്ങളിൽ അറിയിക്കാൻ ശ്രമിക്കുകയാണ് വിത്തൗട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ്. അതായത് നേരിട്ട് നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യാതെ, മെസ്സേജ് ചെയ്യാതെ, വിളിക്കാതെ അവർ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നല്ല എങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളിലേക്ക് അറിയിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ഇങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ കണ്ടുകൊണ്ട് തന്നെ. ഇപ്പം നമ്മളോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പേഴ്സണാണ്, നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറീസ് ഒന്നും എടുത്ത് നോക്കില്ല. കാരണം അവർക്ക് നമ്മൾ ഇഷ്ടമല്ല, നമ്മുടെ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. പക്ഷേ ഇത് അറിയണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സാന്നിധ്യം അവർ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളുടെ അടുത്ത്. അതായത് ഞാൻ നീ ഇടുന്നതും നീ വെക്കുന്നതൊക്കെ ഞാൻ നോക്കാറുണ്ട്, എല്ലാം ഞാൻ നോക്കാറുണ്ട്, അപ്പം നിന്നെ ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളൊരു കാര്യം പറയാതെ പറയുകയാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിലൂടെ. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇങ്ങനെ നമ്മുടെ സ്റ്റോറീസ് ഒക്കെ കാണുന്ന ആളുകൾ ശരിക്കും നമ്മളോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ തന്നെയാണ്. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുടെ സ്റ്റോറീസും സ്റ്റാറ്റസും നമ്മൾ നോക്കാറുള്ളൂ, അല്ലാത്തവരുടെ നമ്മൾ നോക്കാറില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുന്നവരൊക്കെ നമ്മളോട് ഒരു താല്പര്യമുള്ള ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു കമ്മിറ്റ്മെന്റിനോ അല്ലെങ്കിൽ വലിയ രീതിയിൽ എഫേർട്ട് എടുക്കാനോ ഒന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് കാണുന്നുമില്ല. അതായത് നമ്മളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ്, അതിനുള്ള താല്പര്യം അവർക്കില്ല, കമ്മിറ്റഡ് ആവാനുള്ള താല്പര്യമില്ല. അതേപോലെ തന്നെ ആ ഒരു എഫേർട്ട് എടുക്കാൻ, നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാനോ വിളിക്കാനോ അതിനുള്ള എഫേർട്ട് എടുക്കാനുള്ള ഒരു മനസ്സും അവർക്കില്ല എന്നുള്ളതാണ്. ബട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് ചെറിയ രീതിയിലൊക്കെ നമ്മളെക്കുറിച്ച് അറിയണം എന്നൊക്കെ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്, ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ബട്ട് എഫേർട്ടും എടുക്കില്ല. അതേപോലെ തന്നെ ലോ എഫേർട്ടും ആണ്. അതേപോലെ കമ്മിറ്റ്മെന്റും അതിനുള്ള താല്പര്യവും ഇല്ല. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹാപ്പി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് അവർ നമ്മളുടെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ ഓക്കെ ആണോ, നമ്മൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അതോ സാഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഇതറിയാൻ കുറേ ആളുകളുണ്ട്. ഇതാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റും. അതായത് ഇങ്ങനെയുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. എടുത്ത് നോക്കുന്നത് ആൾ ഏത് ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ് ഇട്ടിരിക്കുന്നത്, ഹാപ്പി ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ സങ്കടമായിട്ടുള്ളതാണോ റൊമാൻറ്റിക് ആയിട്ടുള്ളതാണോ, ഇങ്ങനെയൊക്കെ അറിയാനുള്ള ആഗ്രഹമാണ് കൂടുതൽ ആളുകൾക്ക് ഉണ്ടാവുക. ഇതിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റോറി എടുത്ത് നോക്കും. അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നുമില്ല, ചെറിയ പിണക്കത്തിലാണ്, അപ്പം ഞാൻ ഭയങ്കര സാഡാണ്, അപ്പം അവളും അല്ലെങ്കിൽ അവനും സാഡായിട്ടിരിക്കേണ്ടതാണ്. അപ്പം മിക്കവാറും സ്റ്റോറി അങ്ങനെ ഉള്ളതൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെയല്ലേ, ആൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കണേ, ഇങ്ങനെയൊക്കെ അറിയാനുള്ള ആഗ്രഹം കൊണ്ടും നിങ്ങളുടെ സ്റ്റോറി നോക്കാം. അതായത് നിങ്ങൾ ഹാപ്പി ആണോ സാഡാണോ, നിങ്ങൾ ഏത് മൂഡിലാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ ഏത് എനർജിയിലാണ് ഇരിക്കുന്നത്, ആ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സ്റ്റോറി നോക്കാം. ഇനി നാലാമത്തെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, അവർക്ക് നമ്മളോട് കോണ്ടാക്ട് ചെയ്യണം, അതായത് നമ്മളുമായിട്ട് കോണ്ടാക്ട് തുടങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ അത് എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അതായത് അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ തെറ്റിയിരിക്കുന്ന ആളുകൾ തന്നെ നമുക്ക് എടുക്കാം. എന്തെങ്കിലുമൊക്കെ പിണക്കത്തിലിരിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഈഗോ പ്രോബ്ലം ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞു തുടങ്ങണം എന്ന് അറിയാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ആളുകൾ, അതായത് എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ ഏത് രീതിയിൽ തുടങ്ങണം, ബട്ട് കോണ്ടാക്ട് തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട്. ഇങ്ങനെയുള്ള ആളുകളും ഈ പറയുന്ന പോലെ നമ്മുടെ സ്റ്റോറീസ് നോക്കാനും ബട്ട് യാതൊരു രീതിയിലുള്ള മെസ്സേജോ കോളോ ഒന്നും തന്നെ ഇല്ലാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളോട് സ്നേഹവും കരുതലും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും നമ്മളുമായിട്ട് കമ്മിറ്റഡ് ആവാനോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാനോ ഉള്ള താല്പര്യമൊന്നും അവർക്ക് ഉണ്ടാവില്ല. അതായത് നമ്മളോട് ചെറിയ രീതിയിലുള്ള സ്നേഹമുണ്ട്, കരുതലുണ്ട്, അങ്ങനെ ഉള്ളിൽ ചിലപ്പോൾ ചെയ്തു തരണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതിനുള്ളൊരു വലിയ രീതിയിലുള്ള താല്പര്യമൊന്നും ആ ആളുകൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അങ്ങനെയുള്ള ആളുകൾ, അതായത് ചെറിയ രീതിയിൽ താല്പര്യമുണ്ട് എന്നാൽ വലിയ രീതിയിൽ താല്പര്യവും ഇല്ല, അങ്ങനെയുള്ള ആളുകളും നമ്മുടെ സ്റ്റോറീസൊക്കെ കാണാറുണ്ട്, പക്ഷേ കോണ്ടാക്ട് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ആളുകളൊക്കെയാണ്
സാധാരണ നമ്മുടെ സ്റ്റോറീസ് കാണുന്നതും ഇപ്പോൾ സ്റ്റാറ്റസ് ആണെങ്കിലും സ്റ്റോറി ആണെന്നുണ്ടെങ്കിലും കാണുന്നതിനും എന്നാൽ പ്രത്യേകിച്ച് നമ്മളെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ചിലപ്പോൾ നിങ്ങൾക്ക് സംശയമൊക്കെ ഉണ്ടായിരിക്കും, ഇവരൊക്കെ എൻ്റെ സ്റ്റോറി കാണുന്നുണ്ട് പക്ഷേ ഇവരൊന്നും ഞാനുമായിട്ട് സംസാരിക്കാറ് പോലും ഇല്ല എന്നുള്ളത്. അതിൽ ചില ആളുകൾക്കൊക്കെ നിങ്ങളുമായിട്ട് സംസാരിച്ച് തുടങ്ങണം, ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ചിലരെന്ന് പറയുമ്പോൾ എങ്ങനെ തുടങ്ങണം, എന്ത് തുടങ്ങണം എന്നൊന്നും അറിയാതെ ഉള്ള ആളുകളുണ്ട്. മറ്റു പലരും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആണോ എന്നറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. മറ്റു ചിലരെന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള താല്പര്യമൊന്നുമില്ല, എന്നാൽ ചെറിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, ബട്ട് വലിയൊരു റിലേഷൻഷിപ്പിനോ കമ്മിറ്റ്മെൻറ്റിനോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരാനുള്ള താല്പര്യമില്ല. ഇങ്ങനെ പല രീതിയിലുള്ള ആളുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പെടുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ്സിൽ പെടുന്ന ആളുകൾ തന്നെയാണ് എന്തായാലും ഇതിൽ പെടുന്ന, അതായത് നമ്മുടെ സ്റ്റോറീസ് ഒക്കെ കാണുന്ന ആളുകൾ. ഇനിയിപ്പോൾ ഇതല്ലാതെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാരണങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്